നമസ്കാരം കൂട്ടുകാരെ, ഞാനിത് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താണെന്നല്ലേ, ഒരു 2 വീഡിയോ കൊണ്ട് തിരിച്ചു വരാം. सूर्या, जिस तरीके से स्टार्ट समय नहीं मिल रहे हैं, क्या इस मोनोटोनी को तोड़ने के लिए संजू आ सकते हैं? कल भी हमने देखा काफी लंबा प्रैक्टिस सेशन जो है वो उनका रहा, काफी देर तक उन्होंने पेस वाले विकेट पर, स्पिन वाले विकेट पर भी काफी देर तक रहे. क्या हम आने वाले मैचेस में उनको देखेंगे खेलते हुए? मतलब आप बोल रहे हो मैं अभिषेक की जगह पे खिलाऊं उसको? नहीं, नंबर 3 में भी. तो मतलब तिलक की जगह खिलाऊं? अच्छा ही तो चल रहा है अभी पावर प्ले में. कहा 50 रन 40 रन तो बना ही रहे, वो तो नॉर्मल क्रिकेट है. ചേട്ടാ 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 ഞാൻ ഈ വീഡിയോ ഇട്ടത് സൂര്യകുമാർ യാദവിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഫാൻസ് വന്ന് എന്നെ പൊങ്കാലയിടുന്നു. ഞാൻ ഒരു പ്ലെയറും മോശമാണെന്ന് പറയുന്നില്ല, പുതിയതും പഴയതും ആരും. പക്ഷെ ഒറ്റ കാര്യം പറയാനുള്ളൂ, മോഹൻലാൽ ഒരു പടത്തിൽ സുധീഷിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, പാലേട്ടല്ലേ, ഏട്ടനാണ്, അത് മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, ഈ പുതിയ പല പ്ലെയേഴ്സ് വരുന്നതിനേക്കാൾ മുമ്പ് തെങ്ങിൻ്റെ മടൽ വെട്ടി ബാറ്റാക്കി പറമ്പിൽ ശീമക്കൊന്നയുടെ കമ്പ് വെച്ച് കളിച്ചു തുടങ്ങിയ നമ്മുടെ സഞ്ജു. ഓക്കെ, എല്ലാ പ്ലെയേഴ്സിൻ്റെ ലൈഫിലും ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. പിന്നെ ഇത്ര ആവേശത്തിൽ പറയാൻ കാരണം, നോർത്ത് ഇന്ത്യയിൽ ഇവിടെ ഒരു കളി പണ്ട് തൊട്ടേ ക്രിക്കറ്റിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി നേടിയ വിജയം, അത് നമ്മളൊരു മലയാളിയുടെയും വിജയമാണ്. പിന്നെ ഉള്ളുകൊണ്ട് ഒരു മലയാളിയാണെന്ന് ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇനി വരുന്ന മാച്ചിൽ സഞ്ജു എങ്ങനെ ഇത് ചെയ്യുന്ന പെർഫോമൻസ് എങ്ങനെയെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്ത് തന്നെയായാലും, നിങ്ങൾ വീണാലും നിന്നാലും നമ്മൾ കട്ടക്ക് കൂടെ ഉണ്ടാകും എപ്പോഴും. ജയ് ഹിന്ദ് ബ്രോ.